हेलो। नमस्कार कविता जी, नमस्कार। नमस्कार सर। क्या समाचार है आज? आज बहुत बिजी था। अच्छा। अभी पहुंच गई। ज्यादा काम था क्या आज? कल भी छुट्टी है। कल भी कल छुट्टी? परशुराम जयंती है। परशुराम हम्म। जयंती, अच्छा। तो कल का काम आज करना पड़ेगा। दोनों कल का भी और कल का भी। कल का काम भी आज का कल भी। का। बिसी के लिए व्यस्त बोलता है, व्यस्त 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 बोलता है, व्यस्त। आज मैं बहुत വ്യസ്ത थी। ഇന്ന് ഞാൻ വളരെ തിരക്കിലായിരുന്നു. വ്യസ്ത എന്ന് പറഞ്ഞ വയറുകടിയാണ്. വ്യസ്ത. हम्म। വ്യസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിയാണ്. മൂടുക എന്നുള്ളത് നമ്മൾ എന്താ പറയാ? മൂടുക, മൂടി വെക്കാൻ എങ്ങനെ പറയും? എങ്ങനെ പറയും? ക്ലോസ് ചെയ്ത്. ക്ലോസ് അല്ലേ? ഡെക്കൻ ഡെക്കൻ. ഓ. ലഗാവോ. ഉം. ഡെക്കൻ എന്ന് പറഞ്ഞാൽ മൂടി. ഡെക്കൻ ലഗാവോ. ഡെക്കനാന്ന് പറഞ്ഞാലും മതി അടച്ചു വെക്കാൻ. ഡെക്കന. ഡെക്കൻ എന്ന് പറഞ്ഞാല് മൂടി. ഡെക്കനാന്ന് പറഞ്ഞാല് മൂടി, മൂടി വെക്കുക എന്നുള്ള, അടയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ഡെക്കൻ ലഗാവോ അല്ലെങ്കിൽ ഡെക്കനാന്ന് പറഞ്ഞാൽ മതി. മുങ്ങുക, 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 മുങ്ങുക. നമ്മൾ വെള്ളത്തിൽ മുങ്ങൂലേ? മുങ്ങുക. ഓക്കെ, മുങ്ങുക. വെള്ളത്തിൽ എനിക്കറിയില്ല. പറയാ. ഡുബോ എന്ന് പറഞ്ഞാല് മുക്കുക എന്നാണ്. ഡൂബന, എങ്ങനെ? ഡൂബന, 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 ഡൂബന. മുങ്ങുക. ഡൂബുകയാ. ഡൂബുകയ എന്ന് പറഞ്ഞാലോ? ഡൂബുകയ. മുങ്ങി. 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 Yes. ശരിയാണ്. ഡൂബ് ജാവോ. ഡൂബ് ജാവോ. മുങ്ങു. ഉം, മുങ്ങു. ഉം. ഡൂബ് കർ മറോ എന്ന് പറഞ്ഞാലോ? ആ. ഡൂബ് കർ, ഡൂബ് കർ മറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൂബ് കർ മറോ. മുങ്ങി ചത്തു. നീന്തുക. നീന്തുക എന്ന് എങ്ങനെ പറയാം? നീന്തുക അറിയില്ല. തയർന, തയർന. നീന്തുക. നമസ്തേ എന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾ എന്ത് പറയും? നമസ്തേ. നമസ്കാർ ജി എന്ന് പറഞ്ഞാൽ എന്ത് പറയും? നമസ്കാർ ജി. ആ, പ്രണാം എന്ന് പറഞ്ഞാൽ എന്ത് പറയും? പ്രണാം. അതിന് അങ്ങനെയല്ലേ പറയുന്നത്? ഏ അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെ തന്നെയാണ് പറയാ. അല്ല, അങ്ങനെ കഹിയേ ആപ് കൈസേ ഹേ. കഹിയേ ആപ് കൈസേ ഹേ. അതിന് ഉത്തരം പറഞ്ഞാൽ മതി, അതിന്റെ അർത്ഥം ഒന്നും പറയണമെന്നില്ല. मैं ठीक हूँ. ആ, മേ ടീക്ക് ഹൂം. ശരിയാണ്. മേ ഖുഷ് ഹൂം, മേ ടീക്ക് ഹൂം, ബിൽക്കുൽ ടീക്ക് ഹൂം, ഏക്ദം ഖുഷി മേ ഹൂം. അങ്ങനെയൊക്കെ പറയാം. എന്താണ് ഒന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞൊക്കെ ഒന്ന് പറഞ്ഞ്. मैं ठीक हूँ. मैं खुश हूँ. ഉം, ഇതെന്തായിരുന്നു? ഉം. മേ ഏക്ദം ഖുഷി മേ ഹൂം. ഖുഷി മേ ഹൂँ എന്ന് വെച്ചാ എന്തുവാ? വളരെയധികം സന്തോഷത്തിലാണ്. ഏക്ദം, ഏക്ദം, एकदम. ഏക്ദം ഖുഷി മേ. അപ്പുൻ ബിന്ദാസും എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പുൻ ഏ? ബിന്ദാസു. അപ്പുൻ ബിന്ദാസു. ബിന്ദാസ്, ബിന്ദാസ്, എന്ന് ബിന്ദാസ്. വെച്ചാ എന്തുവാ? അപ്പുൻ കേട്ടിട്ടില്ല? ഇല്ല. മേ ബിന്ദാസു എന്ന് പറയാം, അല്ലെങ്കിൽ അപ്പുൻ ബിന്ദാസു എന്ന് പറയാം. അതിന്റെ അർത്ഥം നമ്മൾ അടിപൊളിയാണ്. അത് ശരി. നമ്മൾ അടിപൊളിയാണ്. അപ്പുൻ, അപ്പുൻ ബിന്ദാസും, അപ്പുൻ ബിന്ദാസും. നമ്മൾ അടിപൊളിയാണ്. അതെങ്ങനെ എഴുതുന്നേ? ബിന്ദാസ്. ഭരണിയുടെ ഭ. അപ്പുൻ ബിന്ദാസും, ബിന്ദാസ്. അപ്പൊ ചോദ്യം ഒന്നായിരിക്കും, പക്ഷെ അതിന് ആൻസർ പലതരത്തിൽ പറയാം. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് പറയാം. വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഓ, മേ മർണേ പർ ഹൂം. മേ പറയാം. ഞാൻ ഒന്ന് ചാവാറായെന്ന. ഏ അതിന്റെ അർത്ഥം എന്താ? ഓ, ഞാൻ ചാവാറായ. ഞാൻ ചായാറായി. ഈ സ്കൂൾ में काम करते करते मैं मरने पर हूँ. സ്കൂളിൽ ജോലി ചെയ്ത് ചാകാറായി.
അങ്ങനെ ഞാൻ പറയത്തില്ല. ഹായ് നമസ്കാർ, മേരാ നാം നന്ദിനി ദിവാർ. എനിക്ക് കുറേ കാലമായുള്ള ഒരു ആഗ്രഹമാണ് ഹിന്ദിയിൽ സംസാരിക്കണമെന്ന്. ഈ നാടൻ ഹിന്ദിയിലാണ് സാറ്. അത് വളരെ ലളിതമായും അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു. അക്കാഡമി ചേർന്ന് 1 മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി. ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദി നാട്ടുകാരോട് തനി നാടൻ ഹിന്ദിയിൽ ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട്.